ചിത്രപഥം എന്ന് കേട്ടിട്ടുണ്ടോ? അത് പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മിക്ക ആളുകൾക്കും വലിയ ധാരണയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിത്രപഥം എന്ന് പറഞ്ഞാൽ പണ്ട് രാജവാഴ്ച ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു വളരെ വിചിത്രമായ അല്ലെങ്കിൽ വളരെ ക്രൂരമായ ഒരു വധശിക്ഷാ രീതിയായിരുന്നു. തൂക്കിക്കൊല്ലുന്ന പോലെയല്ല, അല്ലെങ്കിൽ കഴുത്ത് വെട്ടുന്ന പോലെയല്ല, ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് ഈ കൊച്ചു കായൽ കെട്ടിത്താത്തിയിരുന്ന പോലെയല്ല. ചിത്രപഥം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു ശിക്ഷാരീതിയാണ്. അതായത് ഒരാളുടെ ആസനത്തിൽ കൂടി ഇരുമ്പ് കമ്പി അടിച്ച് മേലോട്ട് കയറ്റും, അത് കഴുത്ത് വരെ എത്തും. എന്നിട്ട് ഈ ആളെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കെട്ടിയിടും. ഇയാൾ ചോര വാർന്നും ഭക്ഷണം കഴിക്കാതെ വേദന അനുഭവിച്ചും ദിവസങ്ങൾ കൊണ്ട് മരിക്കും. ഇതാണ് ചിത്രപഥത്തിൻ്റെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു രീതി. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു. ഒരു കൂടുണ്ടാക്കിയിട്ട് അതിൽ ആളെ കെട്ടി തൂക്കിയിടും. പക്ഷികൾ വന്ന് ഇയാളുടെ ശരീരം കൊത്തിപ്പറിച്ച് തിന്നും. ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ വിചിത്രവും അങ്ങേയറ്റം ക്രൂരവും പൈശാചികവുമായ ഒരു വധ സമ്പ്രദായമാണ് ചിത്രപഥം. ഇഞ്ചിഞ്ചായി കൊല്ലുക എന്നുള്ളതിൻ്റെ ഒരു മലയാളത്തിലെ അർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ പ്രിയ ഗായിക KS ചിത്ര ഇപ്പോൾ ഏതാണ്ട് ഇതുപോലത്തെ ഒരവസ്ഥയിൽ കൂടി കടന്നുപോവുകയാണ്. ചിത്രയെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. മലയാളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട ഒരു ഗായികയാണ്. അവർ അങ്ങനെ പൊതുവെ രാഷ്ട്രീയത്തിലോ സാമുദായികമായ കാര്യങ്ങളിലോ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ഇടപെടുകയോ അഭിപ്രായം പറയുകയൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല. ഈ നാട്ടിൽ കോവിഡ് പടർന്നു പിടിച്ചപ്പോഴാണ് ഇവരെ നമ്മളൊരു പൊതു പരിപാടിയിൽ കണ്ടത്. അതായത് കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവരും മറ്റ് ചില ഗായകരും ചേർന്ന് ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന പാട്ട് ആലപിക്കുന്നത് കണ്ടു. കോവിഡ് കാലത്ത് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് എല്ലാവരും കണ്ടതാണ്. അങ്ങനെ സ്നേഹദീപം മിഴി തുറപ്പിക്കുന്ന ഒരു ഗായികയായിട്ടാണ് നമ്മൾ ചിത്രയെ കണ്ടത്. അവർക്ക് നിരവധി ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ സംസ്ഥാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവരങ്ങനെ ദൈനംദിനാടിസ്ഥാനത്തിൽ ഒരു കലാപരിപാടിക്കോ ജാഥക്കൊന്നും പോകുന്ന ആളല്ല. ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തകർ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവർ അക്ഷതം സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ഒരാശംസ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനെയാണല്ലോ ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ആളുകളുടെ ആശംസകൾ ആളുകൾ 1 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സമയത്തിൻ്റെ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവരുടെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കും. KS ചിത്രയോട് ചിത്ര പറഞ്ഞു, ഞാൻ വീട്ടിൽ വിളക്ക് കത്തിക്കും, എന്താണ് ജയ ജയ രാമ ശ്രീരാമ എന്ന മന്ത്രം ഉരുവിടും, ഇങ്ങനെ എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ ആഹ്വാനിച്ചു. ഈ രീതിയിലൊരു അഭിപ്രായം പറഞ്ഞു. അത് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് പറഞ്ഞതിന് ശേഷം ഇവിടെ ഉണ്ടായ പുകയിലും പൂക്കാറും ഭയങ്കരമാണ്. ഞാനതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിത്രക്കെതിരെ നടന്ന അതിഭയങ്കരമായ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഒന്നാണ്. ഇത്ര വലിയ ഒരു ആക്രമണം അടുത്ത കാലത്ത് വേറെ ആർക്കും എതിരെ ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്ത ശോഭനയ്ക്ക് പോലും ഇത്രയും വലിയ ആക്രമണം നേരിടേണ്ടതൊന്നുമില്ല. കാരണം ശോഭനയ്ക്ക് ഒരു പരിധി വരെ CPMൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു, സംരക്ഷണം ഉണ്ടായിരുന്നു. ശോഭന നേരിട്ടതിനേക്കാളും ഭയങ്കരമായ ആക്രമണമാണ് നമ്മുടെ KS ചിത്ര നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. അതിനിടയ്ക്ക് ചിത്രയ്ക്ക് അനുകൂലമായി ചിത്ര ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം പറഞ്ഞാണ് ഗായകൻ വേണുഗോപാൽ. അപ്പോൾ വേണുഗോപാലിൻ്റെ നേർക്കായി അതിഭയങ്കരമായ ആക്രമണം. ഇത് സുഡാപ്പികളും ഔദ്യോഗികളും മാത്രമല്ല, CPMകാരും മാത്രമല്ല, കാഷായ വേഷധാരിയായ ഒരാൾ എടി ചിത്രേ എന്നൊക്കെ വിളിച്ച് ഇവരെ ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടു. അത് തുടർന്ന് കേൾക്കാനുള്ള മനസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഞാൻ വിചാരിച്ച് ഇയാൾ വല്ല ഫാൻസി ഡ്രസ്സുകാരനായിരിക്കുന്നതാണ്. അല്ല, ഇയാൾ ചിത്തമാം വലിയ വൈരി കീഴമർന്ന അത്തൽ തീർന്ന ഒരു യമിയാണ്, യഥാർത്ഥ സന്യാസിയാണ്. യവനൊക്കെ സന്യാസം കൊടുത്തവനെയാണ് കുനിച്ചു നിർത്തി ഇടിക്കേണ്ടത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അത് പോട്ടെ. അങ്ങനെ സന്യാസിമാർ മുതൽക്ക് എന്താണ് മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും മഹാവിപ്ലവകാരികളും വരെ ഈ ചിത്രയുടെ മേൽ അവരുടെ മുഴുവൻ ശൗര്യവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എഴുത്തുകാരുണ്ട്, കവിത മോഷ്ടിച്ച് കാമുകിയെ സന്തോഷിപ്പിച്ചവനുണ്ട്, മറ്റ് സകലവിധ ഏഴാങ്കൂലികളുമുണ്ട്. KS ചിത്രയ്ക്ക് ഇങ്ങനൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. അവർ അക്ഷതം സ്വീകരിച്ച അവരുടെ ഇഷ്ടം. അക്ഷതം സ്വീകരിച്ച എത്രയോ ആളുകളുണ്ട്. കോൺഗ്രസ് നേതാവും മുൻ സ്പീക്കറുമായ തേറമ്പിൽ രാമകൃഷ്ണൻ അക്ഷതം സ്വീകരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന അബ്ദുൾ സലാം സ്വീകരിച്ചു.
സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജസ്റ്റിസ് കെ ടി തോമസ് സ്വീകരിച്ചു. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്ഷേത്രം പണിഞ്ഞിട്ടുള്ളത്. അതിൽ ന്യായം എത്ര നീതി എത്ര എന്ന് നന്നായിട്ട് അറിയുന്ന ആളാണ് ശ്രീ ജസ്റ്റിസ് തോമസ്. അദ്ദേഹം സ്വീകരിച്ചു. ഇടതുപക്ഷ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഒരു പതിത്വവുമില്ല. അത് ഇപ്പോഴും ഗതാഗത മന്ത്രിയായിട്ട് തുടരുന്നു. ഒരൊറ്റ സൈബർ ആക്രമിയും അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നില്ല. ഉപദ്രവിച്ചാലും പുള്ളിക്ക് മറ്റതാണ്. അത് വേറെ കാര്യം. അങ്ങനെ പോട്ടെ. ഇടതുമുന്നണിയിലെ അവിഭാജ്യ ഘടകമായ കേരള കോൺഗ്രസിൻ്റെ ആരാധ്യനായ ചെയർമാൻ ജോസ് കെ മാണി സ്വീകരിച്ചു. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല. കലാകാരന്മാർ ഒരുപാട് പേര് സ്വീകരിച്ചു. ശ്രീനിവാസൻ, അതുപോലെ മോഹൻലാൽ, ഇവർക്ക് ആർക്കും ഒരു പതിത്വവുമില്ല. എസ് ചിത്രയുടെ നേർക്കാണ് ആക്രമണം. ചിത്രയുടെ പേരിൽ ഇവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റാരോപണം എന്ന് പറയുന്നത് എല്ലാവരും വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ വല്ല വിശേഷമുണ്ടോ? നമ്മുടെ വീട്ടിൽ കല്യാണം വിളിക്കാൻ വരുന്ന ആൾക്കാർ പറയില്ലേ, ഇത്രാം തീയതി ഇത്ര മണിക്കാണ് കല്യാണം, എല്ലാവരും വരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചെല്ലണം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ വീട്ടിൽ നിന്ന് സൗകര്യമുള്ളവർ പോവും, സൗകര്യമില്ലെങ്കിൽ പോവില്ല, അത്രേ ഉള്ളൂ. അത്ര അതിന് അർത്ഥമുള്ളൂ. എല്ലാവരോടും പറയാൻ ഇവർക്ക് എന്താ കാര്യം എന്ന് ചോദിക്കും. എല്ലാവരും ഞാൻ പറഞ്ഞാൽ അനുസരിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. അവരൊരു ഏകാധിപതിയോ സ്വേച്ഛാധിപതിയോ ഒന്നുമല്ല. അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ഒരു രാഷ്ട്രീയമൊന്നും വലിയ പിടിയില്ലാത്ത ഒരു പാവസ്ത്രീ, ഒരു ഗായിക, പാമരയാം പാട്ടുകാരി എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇവരെ ഇങ്ങനെ ഒറ്റ തിരിച്ച് ആക്രമിക്കുകയാണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന വേറൊരാളുടെ കാര്യമാണ്. നമ്മുടെ നവോത്ഥാന നായകനായ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം അക്ഷരം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, എല്ലാ ഇഴവരും വീട്ടിൽ വിളക്ക് കത്തിച്ച് വെക്കണം എന്ന് പുള്ളി ആഹ്വാനം ചെയ്തു. സുകുമാരൻ നായർ പോലും അത്ര പറഞ്ഞില്ല. ഈ പ്രാണപ്രതിഷ്ഠയെ NSS അംഗീകരിക്കുന്നു, അതിനോട് യോജിക്കുന്നു, ഇതിനെ എതിർക്കുന്നവർ സാമുദായദ്രോഹികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ NSSൻ്റെ അഭിപ്രായം അതാണ്. ധീവരസഭയുടെ അഭിപ്രായം തന്നെയാണ്. വി ദിനകരൻ MLA, ex-MLA, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അല്ല ധീവരസഭയുടെ അഭിപ്രായം എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. യോഗക്ഷേമ സഭയുണ്ട്, ബ്രാഹ്മണ സഭയുണ്ട്, കത്തോലിക്ക സഭ വരെയുണ്ട്. വർഗീസ് വള്ളിക്കാട്ട് എന്ന് പറഞ്ഞ വൈദികൻ ഈ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അദ്ദേഹം നേരത്തെ KCBCയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇവർക്ക് ആർക്കും ഒരു പതിത്വവുമില്ല. KS ചിത്രയ്ക്ക് മാത്രമാണ് വലിയ അവർ വലിയ കുറ്റക്കാരിയാക്കി. ഇവർ മതേതര മൂല്യങ്ങളെ, ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഒരാളാക്കി അവരെ ചിത്രീകരിച്ച് ഇവരെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഒരു എക്സാൾട്ടഡ് ആയിട്ടുള്ള പൊസിഷനിലല്ലേ വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. 5 കൊല്ലം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലല്ലേ ഇവിടെ നവോത്ഥാനം നടപ്പാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ നവോത്ഥാന നായകനായിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ പള്ളി പൊളിച്ച സ്ഥലത്ത് പണിയുന്ന അമ്പലത്തെ അംഗീകരിക്കാൻ പാടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ തെറ്റാണ് എന്ന് ഇവരെന്താ പറയാത്തത്? ആരും പറയാത്തത് എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി നടേശനെ സൈബർ അറ്റാക്കിന് വിധേയനമാക്കി കഴിഞ്ഞാൽ വളരെ ശക്തമായൊരു സമുദായം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്, സാമുദായ സംഘടന അവിടെ ഉണ്ട്. പണ്ട് ഇടുക്കി മെത്രാനായിരുന്ന ആനിക്കുഴിക്കാട്ടിൽ ഇതുപോലൊരു അഭിപ്രായം പറഞ്ഞിട്ട് പിന്നെ കണിച്ചുകുളങ്ങരെ പോയി മാപ്പ് പറഞ്ഞാണ് തടി കഴിച്ചിലാക്കിയത്. അപ്പോൾ ഈ സൈബർ ഗുണ്ടകൾക്ക് അറിയാം ആരെ ആക്രമിക്കണം, ആരെ ഉപദ്രവിക്കണം, ആരെ അവഹേളിക്കണം എന്നുള്ള കാര്യം. ചിത്രയുടെ അഭിപ്രായം ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ. അത് ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അഭിപ്രായം മാത്രമേ നിങ്ങൾ പറയാവൂ എന്ന് പറയുന്നത് ശുദ്ധമായ ഗുണ്ടായുസമാണ്. സത്യത്തിൽ ഇവരെ പോലുള്ളവരാണ് ഈ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നത്. അവരാണ് സത്യത്തിൽ ഇവിടെ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നത്. ഞാൻ ചിത്രയോട് ഒരു സ്നേഹമോ ബഹുമാനമുള്ള ആളല്ല. അവരുടെ പാട്ടിനെക്കുറിച്ച് പോലും എനിക്ക് അത്ര മതിപ്പില്ല, സത്യം പറയുന്നത്. ഞാനൊരു ആരാധകനുമല്ല ഭക്തനുമല്ല. എങ്കിൽ പോലും ഒരഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ. KG മാർക്കോസിനും ഉണ്ട്, വേണുഗോപാലിനും ഉണ്ട്, ശ്രീകുമാറിനും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. എൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെയാണ് ഞാൻ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിനല്ല. KS ചിത്ര അവർക്ക് ശരിയാണെന്ന് തോന്നിയ ഒരു അഭിപ്രായം പറഞ്ഞു. ഇനി അവർക്ക് അവർ പറഞ്ഞ അഭിപ്രായം തെറ്റായിക്കോട്ടെ, പരമാബദ്ധമായിക്കോട്ടെ, എന്നാൽ പോലും അവർ ഈ രീതിയിൽ ആക്ഷേപിക്കുന്നത് ഇതിനാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. അല്ലാതെ ചില ആൾക്കാർ വിചാരിക്കുന്ന പോലെയല്ല. അതുകൊണ്ട് ഞാൻ ചിത്രയുടെ കൂടെയാണ് ഈ വിഷയത്തിൽ. ഇനി എന്നെ ആക്ഷേപിക്കണം എന്നുള്ളവർക്ക് ആക്ഷേപിക്കാം. ആക്ഷേപിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞാണ് ബാക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.